സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരുപാട് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാം ഉപകാരപ്പെടുന്ന ലിങ്കുകൾ തന്നെയാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കമൻറ്റുകൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ചോദ്യങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക. എല്ലാ കമൻറ്റുകൾക്കും ഞാൻ അടുത്ത വീഡിയോയിൽ മറുപടി നൽകുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയുടെ അവസാന ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം. ഇന്ന് ഒരു വാരാന്ത്യമാണ്. സോ നോക്കാം എന്തൊക്കെയാണ് ഇന്ന്. RBI കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ അവസ്ഥ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. കാരണം അവരുടെ എല്ലാ ആക്ഷൻസും RBI ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. സംഭവം ഇൻഫ്രാസ്ട്രക്ചർ, IT ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രശ്നം തന്നെയാണ്. സോ ഇത് അവരുടെ ബിസിനസ്സിനെ വളരെ മോശമായ രീതിയിലാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വരും ദിവസങ്ങളിൽ കണ്ടറിയണം എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. നിഫ്റ്റി ഇന്ന് 22,500 താഴെ വന്നിട്ട് ക്ലോസ് ചെയ്തു. ഹെവി ഫോളാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് മാർക്കറ്റിൽ. തീർച്ചയായിട്ടും അത് ഒരു ശുഭ സൂചനയല്ല നമുക്ക് നൽകുന്നത്. ശ്രീറാം ഫിനാൻസിൻ്റെ Q4 റിസൾട്ട് 2021 കോടി, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 1288 കോടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ അതുൽ നെറ്റ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത് 59 കോടിയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 92 കോടിയായിരുന്നു, കുറയാണ് ചെയ്തിട്ടുള്ളത്. ബജാജ് ഫിൻ സർവീസസ് നെറ്റ് പ്രോഫിറ്റ് 2118 കോടിയാണ്. ഇതേ സമയം കഴിഞ്ഞ വർഷത്തിലുണ്ടായിരുന്നത് 1769 കോടിയാണ്. അത് പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ വാർത്തകളാണ് ഞാൻ ഹൈലൈറ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് അവസാനിച്ചിരിക്കുന്നത് ഇന്നലെ. ദെൻ യൂറോപ്യൻ മാർക്കറ്റ് ഇന്നെല്ലാം ക്ലിയർ ബുള്ളിഷ് ആയിട്ടാണ് പോയിരിക്കുന്നത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് 22,569 203 പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിക്കി ആണെങ്കിൽ 306 പോയിന്റ് ഗ്രീനിലാണ്. അതേപോലെ ഹാങ്സങ് 366 പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 49 പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 234 പോയിന്റിൻ്റെ അഥവാ 1.03% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് ഇന്ന് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 22,620 നിന്നും 200 പോയിന്റ് നഷ്ടത്തിൽ 22,420 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ കഴിഞ്ഞ 5 ദിവസത്തെ ക്ലോസിംഗ് ആയി കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ അല്ലെങ്കിൽ ഒരു യൂട്ടേൺ അടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50ൽ 50 സ്റ്റോക്കുകളിൽ 12 എണ്ണം ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 38 എണ്ണം നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. ടെക് മഹീന്ദ്ര, ഡിഫീസ് ലാബ്, LTIM, ബജാജ് ഓട്ടോ ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ നല്ല രീതിയിൽ മുകളിലോട്ട് പൊക്കാൻ ശ്രമിച്ചപ്പോൾ ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻ സർവീസസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, നെസ്ലെ ഇന്ത്യ ഈ സ്റ്റോക്കുകൾ നിഫ്റ്റിയെ നല്ല രീതിയിൽ താഴോട്ട് വലിച്ചിറക്കി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നിഫ്റ്റിയിൽ ഒരാഴ്ചത്തെ പെർഫോമൻസ്, അതായത് 5 ട്രേഡിംഗ് ഡേയ്സിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 81 പോയിന്റിൻ്റെ ഒരു ഗെയിനാണ് കിട്ടിയിരിക്കുന്നത്. ഏപ്രിൽ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 35 പോയിന്റിൻ്റെ നഷ്ടമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 1.86% വർദ്ധിച്ചുകൊണ്ട് 10.93 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ CPR ആയിരുന്നു. അതുപോലെ പ്രൈസ് ആക്ഷൻ CPRനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മറ്റ് ഇൻഡെക്സുകളിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് 48,660 ഓപ്പണായി 365 പോയിന്റ് നഷ്ടത്തിൽ 42,295 ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 21,553 ആരംഭിച്ച് 166 പോയിന്റ് നഷ്ടത്തോടു കൂടി 21,386 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 74,509 ഓപ്പണായിട്ട് 779 പോയിന്റ് നഷ്ടത്തിൽ 73,730 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് 10,915 ഓപ്പണായിട്ട് 59 പോയിന്റ് ലാഭത്തോടു കൂടി 10,974 ക്ലോസ് ചെയ്തു. ദെൻ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് 84.2 ആണ് വന്നിരിക്കുന്നത്. ഇത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഡേ ബൈ ഡേ. ഗോൾഡ് റേറ്റ് ആണെങ്കിലും 23-29 ആയിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്ന് 2,345 ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട്. USD INR റേറ്റ് വീണ്ടും സ്ലിപ്പായിട്ടുണ്ട്. 83.35 ഇന്നത്തെ ഒരു $1 വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെയും പുറത്തെത്തിയിട്ടില്ല. സോ നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. ദെൻ സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ ഇന്ന് 1.32% ഹയസ്റ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തി. നിഫ്റ്റി മീഡിയ, ഫാർമ, റിയാലിറ്റി, IT, FMCG ഇത്രയും സെക്ടറുകൾ മാത്രമാണ് ഇന്ന് ഗ്രീനിൽ അവസാനിച്ചിട്ടുള്ളത്. ETF-ലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് ബീസും നിഫ്റ്റി ബീസും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡ് ബീസ്, ഫാർമ ബീസ്, IT ബീസ്, ഓട്ടോ ബീസ് എല്ലാം അത്യാവശ്യം പ്രോഫിറ്റിൽ തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ടെക് മഹീന്ദ്ര 7.55% ഹയസ്റ്റ് പ്രോഫിറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ ബജാജ് ഫിനാൻസ് 7.73% ഹയസ്റ്റ് ലോസും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. ടെക് മഹീന്ദ്ര, കോൺകർ, ഡിവിസ് ലാബ്, വേദാന്ത ലിമിറ്റഡ്, അശോക് ലൈലാൻഡ്, എംഫസിസ്, ലോറസ് ലാബ്സ്, ബജാജ് ഓട്ടോ, ഓറോഫാർമ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, വോൾട്ടാസ്, മുത്തൂറ്റ് ഫിനാൻസ് ഇത്രയും കമ്പനികൾ ഉയർന്ന ലാഭത്തിൽ ഇന്ന് ട്രേഡിംഗ് അവസാനിപ്പിച്ചപ്പോൾ
ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻ സർവീസസ്, ദെൻ ഇൻഡസ്ഇൻഡ് ബാങ്ക്, നെസ്ലെ ഇന്ത്യ, SBI ലൈഫ്, M&M, അപ്പോളോ ഹോസ്പിറ്റൽ, HCL ടെക്, JSW സ്റ്റീൽ, കൊട്ടക് ബാങ്ക്, ആസ്റ്റർ DM, AU ബാങ്ക്, ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1102 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 1093 സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലും അവസാനിച്ചു. നിഫ്റ്റിയുടെ PCR 0.76 ആണ് വന്നിരിക്കുന്നത്. ക്ലിയർലി ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ ബെയറിഷ് മോഡാണ് ഇത് സൂചിപ്പിക്കുന്നത്. 22,420 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 155 പോയിന്റ് മുകളിലായിട്ട് 22,575 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ഒരു ബുള്ളിഷ് മോഡിലാണുള്ളത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിൽ നോക്കുകയാണെങ്കിൽ 69 ലക്ഷം കോൾ റൈറ്റിംഗ് നടന്നിരിക്കുന്നത് 22,500-ലാണ്. അതേസമയത്ത് 48 ലക്ഷം പുട്ട് മാത്രമാണ് 22,000 റൈറ്റ് ചെയ്തിട്ടുള്ള. ഇതാണ് ഹയസ്റ്റ് വാല്യൂസ് നമുക്ക് കിട്ടാനുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.82 ആണ് വന്നിരിക്കുന്നത്. സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രലാണ് ഇത് സൂചിപ്പിക്കുന്നത്. 48,295 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 180 പോയിന്റ് മുകളിലായിട്ട് 48,475 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് കോൾ സൈഡിൽ 33 ലക്ഷമാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. റൈറ്റ് ചെയ്തിരിക്കുന്നത് 48,500-ലാണ്. അതേസമയത്ത് 48,000 ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് നടന്നിട്ടുണ്ട്. 31 ലക്ഷം പുട്ടാണ് 48,000 റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നാളെ റിസൾട്ട് വരാനുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ ICICI ബാങ്ക്, യെസ് ബാങ്ക്, ഇതെല്ലാം നാളെയാണ്, ശനിയാഴ്ചയാണ് ഈ റിസൾട്ടുകൾ വരുന്നത്. IDFC ഫസ്റ്റ് ബാങ്ക്, L&T ഫിനാൻസ്, RBL ബാങ്ക്, ജയ്പ്രകാശ് പവർ വെഞ്ചേഴ്സ്, ദെൻ ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ, ഇത്രയും കമ്പനികളുടെ റിസൾട്ടാണ് നാളെ വരാനുള്ളത്. നാളത്തേക്കുള്ളത് ശനിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തേക്കുള്ള ഈവൻറ്റുകളൊന്നും ഇതുവരെയും ഓൺലൈനിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. സോ അത് നമുക്ക് തിങ്കളാഴ്ച മോർണിംഗിലുള്ള ഇതിൽ നോക്കാം. അതേപോലെ ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്ന് ട്രേഡ് ഉണ്ടായിരുന്നില്ല. സോ നമുക്ക് അതും സ്കിപ്പ് ചെയ്തുകൊണ്ട് പോകാം. ഇന്ന് ഞങ്ങൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സോ റാസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസിൽ നിന്ന് നമുക്ക് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ ഈവൻ വോട്ടിങ്ങിൻ്റെ അവിടെ ഉണ്ടാകുമ്പോൾ തന്നെ എനിക്ക് മെസ്സേജസ് വന്നിരുന്നു ലെവൽസിൻ്റെ ഔട്ട് ഓഫ് ദ റേഞ്ച് ട്രേഡ് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്കതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. കാരണം ഇന്നലത്തെ ഹൈയിൽ നിന്ന് ആരംഭിച്ചിട്ട് ഇന്നലത്തെ ലോയിൽ വന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെ എൻഗൾഫ് ചെയ്യുന്ന രീതിയിൽ ഒരു റെഡ് ക്യാൻഡിൽ വന്നു എന്നതിനപ്പുറത്ത് സെൻസെക്സിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഹെവി പ്രോഫിറ്റ്സ് ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈവൻ ഓപ്പൺ ഈക്വൽ ടു ഡേ ഹൈ ആണെന്ന് തോന്നുന്നു. സോ അങ്ങനെ ഏതോ രീതിയിൽ അത്യാവശ്യം പ്രോഫിറ്റ് 100%-ൻ്റെ മുകളിൽ ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷം. കാരണം പ്രോഫിറ്റ് ഉണ്ടാക്കണം, അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ഗോള്. സോ ഇന്നലത്തെ ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്യുന്ന രീതിയിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ഓവറോൾ നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലും ഇന്നത്തെ ഡേ ഹൈ വന്നിരിക്കുന്നത് ഇന്നലത്തെ ഡേ ഹൈനേക്കാളും താഴെയാണ്. അതേപോലെ ഡേ ലോ ഒരു എൻഗൾഫ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാൻഡിൽ വന്ന് നിൽക്കുന്നു. ഇന്നലെ എന്തൊക്കെ ഉണ്ടാക്കി ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു 70% ഇന്ന് കൊണ്ടുപോയി കളയുകയും ചെയ്തിട്ടുണ്ട് നിഫ്റ്റിയിൽ. ദെൻ സെൻസെക്സിലും അതേ രീതിയിലാണ്. മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ വളരെ ക്ലിയർ ആയിട്ടൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ മാസത്തെ ഹൈ ടച്ച് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ. മറ്റൊന്നുമില്ല, അതൊരു പുൾ ബാക്ക് എടുത്തു. ഇവിടെ നമ്മുടെ നോ ട്രേഡ് സോണിൽ വന്ന് സപ്പോർട്ട് എടുത്തു. അവിടെ നിന്ന് തിരിച്ച് മുകളിലോട്ട് തന്നെ കയറുകയാണ്. വളരെ പോസിറ്റീവായിട്ട് അത് കയറി പോകുന്നുണ്ട്. ഇനി ബാങ്കിങ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ അതും ഒരു എൻഗൾഫിങ് ക്യാൻഡിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇല്ല പറയാൻ വേണ്ടിയിട്ട്. ഇനി നാളെ ഇതെങ്ങനെ വരും, ഇത് ഫർദർ ഒരു ഫോൾ ആയിരിക്കുമോ, ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി അങ്ങ് പോകുമോ എന്നുള്ളത് എൻ്റെ ഒരു വ്യൂവിൽ, ഞാൻ ഒരു ബെയറിഷ് വ്യൂവിലാണ് മാർക്കറ്റ് നിഫ്റ്റി സെൻസെക്സിനെ കാണുന്നത്. ബാങ്ക് നിഫ്റ്റി ആ ഗണത്തിൽ ഞാൻ പെടുത്തുന്നില്ല. പക്ഷേ നിഫ്റ്റിയും സെൻസെക്സും ഓൾമോസ്റ്റ് അത് ഒരു ഫോളിൻ്റെ തൊട്ടരികെ എത്തിയിരുന്നു. അവിടുന്ന് എന്തോ കാരണം കൊണ്ട് അത് തിരിച്ച് കയറി വന്നിട്ടുണ്ട്. കയറി വന്നത് എന്തായാലും നല്ല ഒരു കാര്യം തന്നെയാണ്. ഇനി നാളത്തെ ദിവസം എങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ഫിൻ നിഫ്റ്റിയിലും ഇതേ രീതിയിൽ എൻഗൾഫിങ്, ഇത് 5ാമത്തെ ദിവസമാണ് എൻഗൾഫിങ് ക്യാൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ശ്രദ്ധിച്ചറിയുന്നുണ്ടാവും. ഒരു ട്രയാങ്കുലർ ഷേപ്പ്, അതിൻ്റെ ഒരു ഫ്ലാഗ് പോള് ലാസ്റ്റ് അത് ക്രിയേറ്റ് ചെയ്യും ഇവിടെ. അത് നോർമലി എന്താ പറയുക, ഒരു 5ാമത്തെ ക്യാൻഡിൽ അല്ലെങ്കിൽ 7ാമത്തെ ക്യാൻഡിൽ, അങ്ങനെയാണ് ഈ ഒരു റിവേഴ്സ് ഫ്ലാഗ് ഉണ്ടാക്കാറുള്ളത്. നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ദെൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ 960 പേരാണ് കഴിഞ്ഞ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് കണ്ടിരിക്കുന്നത്. ഈ ചാനൽ ഇതുവരെയായിട്ട് 9,650 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ദെൻ കിഷോർ കുമാർ, താങ്ക് യു വെരി മച്ച്. ഇന്നലെ വിക്സ് ഇടിഞ്ഞാൽ മാർക്കറ്റ് ഇടിയുമെന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ്
കയറി പോകുവാണല്ലോ. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ആര് പറഞ്ഞാലും മാർക്കറ്റ് താഴോട്ട് പോകുമെന്ന് പറഞ്ഞാൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, അതിൻ്റേതായ ഒരു സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു സ്വഭാവമുണ്ട്. ആ രീതിയിൽ അത് കയറിപ്പോയുള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് ഇലക്ഷനും കാര്യങ്ങളും മിഡിൽ ഈസ്റ്റ് വാറൊക്കെ നടക്കുമ്പോൾ ടെക്നിക്കൽസിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കിട്ടില്ല. ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആഗ്രഹിക്കുന്ന രീതിയിൽ മാർക്കറ്റിനെ ആ ഭാഗത്തോട്ട് വലിച്ചു കൊണ്ടുപോകും. ഇതാരാ പറഞ്ഞിരിക്കുന്നത്? യൂസർ. ഓക്കെ, റിജു ആൻ്റണി, ടുഡേ പ്രോഫിറ്റ് ബൈ യുവർ എക്സലൻറ്റ് അനാലിസിസ്. വെരി താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് ബ്രദർ. ആൻഡ് ഇവിടെ മനു ജോർജ്, ടെക്നിക്കൽസിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാതായി മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും അതാണ് അദ്ദേഹം പറഞ്ഞത്, വളരെ കറക്റ്റാണ്. യുദ്ധം, കോർപ്പറേറ്റ് റിസൾട്ട് എന്നിങ്ങനെയുള്ള ഹൈ ഇൻഫ്ലുവൻഷ്യൽ ഈവൻറ്റ്സ് ഔട്ട്പുട്ടിന് പോലും വലിയ കാര്യമില്ലാതായി മാറിയിരിക്കുന്നു. അനലിസ്റ്റുകളുടെ പ്രിഡിക്ഷൻസ് എല്ലാം മിക്കവാറും ദിവസം തെറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പ്രിഡിക്ഷനൊന്നും വലിയ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. നമ്മൾ കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുക, എവിടെ സപ്പോർട്ട്, എവിടെ റെസിസ്റ്റൻസ്, എങ്ങനെയാണ്, മറ്റെന്തെങ്കിലും നമുക്ക് കീ ആയിട്ടുള്ള കുറച്ച് നോട്ട്സ് എന്തെങ്കിലും കിട്ടുമോ നോക്കുക. എന്നിട്ട് മാർക്കറ്റ് തെക്കോട്ട് പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും ഒക്കെ പോകുമെന്ന് പ്രതീക്ഷിക്കണം മനസ്സിൽ. ദെൻ ഏതെങ്കിലും രീതിയിൽ അതിനനുസരിച്ച് ഫേവറബിളായിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉപയോഗിച്ച് നമ്മൾ ട്രേഡ് സക്സസ്ഫുൾ ആക്കുക എന്നുള്ളതാണ്. അൾട്ടിമേറ്റ്ലി ഈ പറയുന്നതൊക്കെ എന്തിനാണെന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്നവർക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റണം എന്നതിന് വേണ്ടിയിട്ടാണ്. അത് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ട്രൈ ചെയ്യുന്നതും. സോ ഇന്ത്യൻ മാർക്കറ്റ് ഹൈലി അൺപ്രഡിക്റ്റബിൾ ആയി മാറിക്കഴിഞ്ഞു. ഓൾഡ് സ്കൂൾ തോട്ട്സ് എല്ലാം മാറ്റേണ്ട കാലമായി എന്ന് തോന്നുന്നു. ഇദ്ദേഹം പറഞ്ഞ വളരെ നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ, നല്ലൊരു റിവ്യൂ ആണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ നൈസ് പ്രോഫിറ്റ് ടുഡേ, വിൽ ഹോൾഡ് May 15 call with a target 49,500, was able to book profit at the top ഓഫ് റാസ് ലെവൽസ്. ഓക്കെ, ഇന്നലത്തെ അതാണ് പറയുന്നത്, ഇന്നലത്തെ റാസ് ലെവൽസിൽ ടോപ്പിൽ പോയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് അടിപൊളി. ഇതാരാണ് പറഞ്ഞിരിക്കുന്നത്? ഡബ്ല്യു ട്രേഡർ. ദെൻ അംസു നാലകത്ത്, ഗുഡ് ഈവനിങ് ഇക്ക. ഇന്ത്യ വിക്സ് ഇടിഞ്ഞപ്പോൾ CE ലോങ് ടൈം എടുത്തു വെച്ചിരുന്ന ഞാൻ എല്ലാവരും പറഞ്ഞു മാർക്കറ്റ് താഴെ പോകുമെന്ന്. അതിനുശേഷം PE എടുത്തു, ഇപ്പോൾ എല്ലാം പോയി. രാവിലെ പ്രോഫിറ്റ് വന്നപ്പോൾ വീണ്ടും താഴെ പോകുമെന്ന് കരുതി കാത്തിരുന്നു. ഇനി വിശ്രമിക്കാം. കാശ് കിട്ടും എന്നുള്ള പ്രതീക്ഷയും വേണ്ട, കാശ് പോകും എന്നുള്ള ടെൻഷനും വേണ്ട. അയ്യോ എന്ത് പറ്റി ബ്രദർ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. പിന്നെ ഇതിനകത്ത് ഇന്നും എനിക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കോൾ എടുത്തിട്ട് നമ്മൾ അത് ട്രേഡ് റോങ് ആയി കഴിഞ്ഞാൽ അതിന് എഗെയിൻസ്റ്റ് ഒരു പുട്ട് എടുത്തുകൂടെ എന്നുള്ളത്. ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ എന്താ പറയുക, ഓപ്ഷൻസിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അതൊരു അബദ്ധമാണ്. ഓപ്ഷൻസിൽ മെൽറ്റിംഗ് ഉണ്ട്, അതായത് കോൾ സൈഡിലേക്ക് നിങ്ങൾക്ക് മാർക്കറ്റ് പോയില്ലെങ്കിലും പുട്ട് സൈഡിലേക്ക് പോയില്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ കോൾ ഉണ്ടെങ്കിൽ കോളിൻ്റെ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും, അവിടെ മെൽറ്റിംഗ് നടന്നുകൊണ്ടിരിക്കും. ടൈം ഡിക്കേ എന്നാണ് അതിന് പറയുക. ഓപ്ഷൻസ് ഈ ചാനലിൽ തന്നെ ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാം എന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകും. ദെൻ ഇവിടെ മുത്തു സുരേന്ദ്രൻ, സർ ഞാൻ ഒരു ഇക്വിറ്റി ഷെയർ മാർജിൻ ഫണ്ടിൽ ഇന്നലെ എടുത്തു, അതിന് സ്റ്റോപ്പ് ലോസ് ഇന്നലെ രാത്രി. ഓക്കെ, ഇത് ഞാൻ മറുപടി പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനകത്ത് എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ടൈമിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറായിട്ട് അത് പ്ലേസ് ചെയ്യേണ്ടിയിരിക്കും. ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ആ ഒരു ഫസ്റ്റിലത്തെ ഒരു മിനിറ്റിൽ എന്തായാലും എക്സിക്യൂഷൻ നടക്കുമെന്നുള്ള സംശയമാണ്. പക്ഷേ വളരെ പെട്ടെന്ന് നടക്കും. ഓപ്പൺ ആകുമ്പോൾ തന്നെ എക്സിക്യൂഷൻ നടക്കില്ല, കുറച്ച് ടൈം എടുത്തിട്ടേ ആവുള്ളൂ. ഒരു മിനിറ്റൊന്നും ചിലപ്പോൾ എടുക്കില്ല, അതിന് മുമ്പേയൊക്കെ ആവും. എന്നാലും നമ്മൾ ഓപ്പൺ ആകുമ്പോൾ തന്നെ വലിയൊരു ഗ്യാപ്പ് ഒക്കെ വന്ന് അവിടെ എക്സിക്യൂഷൻ ആവണമെന്ന് കരുതിയാൽ പലപ്പോഴും അത് വിജയിക്കാറില്ല AMOയിൽ, ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറിൽ. അതല്ലാതെ മറ്റ് ഓർഡേഴ്സ് മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. അവിടെ തന്നെ അപ്പോൾ തന്നെ എറർ കാണിക്കും മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളത്. ദെൻ ഇന്ത്യൻ ഹോട്ടൽ ന്യൂ എൻട്രി എടുക്കാമോ? ഇതാരാണ് ചോദിച്ചിരിക്കുന്നത്? ജസീം ഹംസ. ഞാൻ ഈ സ്റ്റോക്ക് ഇന്ത്യൻ ഹോട്ടൽസ് ഞാൻ നോക്കിയിട്ടില്ല, നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫിറോസ് ഭായ്, ആസ് ഐ മെൻഷൻഡ് ടിൽ എലക്ഷൻ റിസൾട്ട്സ് കാൺ പ്രിഡിക്റ്റ് മച്ച്. മാർക്കറ്റിൻ്റെ മുകളിലോട്ട് തന്നെ പോയി. വൺസ് അഗൈൻ റഷീദ് എല്ലാവരോടും സ്ട്രിക്ട്ലി SL വെക്കാൻ പറയണം. ഡിയർ വ്യൂവേഴ്സ്, ഫ്രണ്ട്സ് പറയണം ഈ ചാനലിനെ പറ്റി. ഇദ്ദേഹം ഒരു നേട്ടവും ഉദ്ദേശിക്കാതെ ഫ്രീ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല, സോ നമുക്ക് കടമ ഉണ്ട്. താങ്ക് യു വെരി മച്ച് ഫിറോസ് ഭായ് ഈ സപ്പോർട്ടിന്. ദെൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് 557 പേരാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കുറേ ഗുഡ് മോർണിംഗും താങ്ക് യുവും തന്നെയാണ് കൂടുതലുള്ളത്. ഞാൻ 2018 മുതൽ വൈപ്പൗട്ടായി ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ഒരുപാട് പൈസ പോയി. മാർക്കറ്റിൽ കളഞ്ഞ പൈസ ഉണ്ടെങ്കിൽ ഞാൻ എവിടെ എത്തിയിരുന്നു എന്ന് ഞാൻ പിന്നെ ആലോചിച്ചു. ബ്രദർ, അത് Now429 ഇവിടെ ഒരു കുഴപ്പമുണ്ട്. നമ്മളെ കയ്യിൽ നമ്മളൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ
അവിടെ ഒരു കല്ലുണ്ടായിരുന്നു, അതിൽ കാലിടിച്ച് നമ്മൾ മറിഞ്ഞു വീണു. അത് നമ്മുടെ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു. സെക്കൻഡ് ടൈം നമ്മൾ ആ വഴിക്ക് പോകുമ്പോൾ വീണ്ടും അതേപോലെ കാലടിച്ചു ഇടിഞ്ഞൂത്തി വീണു. അതിൽ നമ്മൾ അശ്രദ്ധ എന്ന് പറയും. മൂന്നാമത്തെ പോകുമ്പോഴും അതേപോലെ നിങ്ങൾ അവിടെ മറിഞ്ഞൂത്തി വീഴുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അശ്രദ്ധയോ അല്ലെങ്കിൽ അറിവില്ലായ്മയോ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിലൂടെ പോകാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന രീതിയിൽ വേണം അതിനെ കാണാൻ വേണ്ടി. മൂന്നാമത് പറ്റുന്നത് അബദ്ധമല്ല, അത് അറിവില്ലായ്മയല്ല. അതിനെ നമ്മൾ എന്താ പറയുക, തീർച്ചയായിട്ടും ആദ്യം കാശ് പോയി, രണ്ടാമതും പോയി, അത് 2 പ്രാവശ്യം നമ്മൾക്ക് ഒഴിവാക്കാൻ പഠിച്ചു എന്ന്. മൂന്നാമതും പോയിട്ടും അതേ രീതിയിൽ കാശ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സ്ക്യൂസസ് ഒന്നും പറയാനില്ല. നിങ്ങൾ ഒരു നല്ല ട്രേഡർ അല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. മൂന്നാമതും കാശ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് നിൽക്കരുത്. സോ അത് എക്സ്ട്രീംലി കെയർഫുള്ളായിട്ട് തന്നെ ഇത് ചെയ്യണം. 2018 മുതൽ വൈപ്പ് ഔട്ടായി, എപ്പോഴും ഇങ്ങനെ വൈപ്പ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്ന പരിപാടി അത് വർക്കൗട്ട് ആവില്ല. 1, 2, 3 മാക്സിമം മൂന്നാമത്തേതിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടി വിട്ടിട്ട് പോകണം. നിങ്ങൾക്ക് പറഞ്ഞ പണിയല്ല ഇത് എന്ന് തിരിച്ചറിയണം. ദെൻ ഇതാണ് ബിലാൽ സർ പറഞ്ഞ പോലെ തന്നെ ആണ് ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്യാറുള്ളത്. താങ്ക് യു വെരി മച്ച് ബിലാൽ. ദെൻ സർ ഓപ്ഷൻ ബൈയിങ്ങിൽ SL വെക്കാതെ ആവറേജ് ചെയ്യാനുള്ള ട്രേഡിംഗ് സ്റ്റൈൽ വർക്കൗട്ട് ആകും. ബ്രദർ, ഈ ഓപ്ഷൻസിൽ ഓപ്ഷൻ ബൈയിങ് ആണെങ്കിലും ഇതാണെങ്കിലും ആവറേജ് ചെയ്യുന്ന പരിപാടി നടക്കില്ല. സ്റ്റോക്കുകളിൽ നമുക്ക് ആവറേജ് ചെയ്യാം. സ്റ്റോക്കുകളിൽ മെൽറ്റിംഗ് ഇല്ല, അല്ലെങ്കിൽ ടൈം ഡീക്കേ ഇല്ല. പക്ഷേ ഓപ്ഷൻസിൽ ടൈം ഡീക്കേ ഉണ്ട്. ഞാൻ ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓപ്ഷൻ സെല്ലിങ്ങിന് ടൈം ഡീക്കേ ആണ് പ്രോഫിറ്റായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ വാങ്ങിച്ചു, 100 രൂപയ്ക്ക് വാങ്ങിച്ചപ്പോൾ അത് 50 രൂപയായി കുറഞ്ഞു പോയി. നമ്മളപ്പോൾ വീണ്ടും അവിടെ നിന്ന് 50 രൂപയ്ക്ക് സെയിം ക്വാണ്ടിറ്റി വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രൈസ് 75 ആയി വരും. അപ്പോഴും നമ്മൾ 25 റുപ്പീസ് ലോസിൽ തന്നെയാണ് ഉണ്ടാവുക. കുറച്ചൊരു വൈകുന്നേരം ആകുമ്പോഴത്തേനും മാർക്കറ്റ് എങ്ങോട്ടും നമുക്ക് എഗെയിൻസ്റ്റ് പോയിട്ടില്ല, നമുക്ക് ഫേവറബിളായിട്ടും പോയിട്ടില്ലെങ്കിലും ഓപ്ഷൻ്റെ പ്രീമിയം വീണ്ടും കുറഞ്ഞിട്ടുണ്ടാവും. അതങ്ങനെ കുറഞ്ഞ് എക്സ്പയറി എത്തുമ്പോഴത്തേനും ബൂം 0 ആയി പോകും. അപ്പോൾ ഡബിൾ നഷ്ടമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഓപ്ഷൻ ബൈങ്ങിൽ ഒരിക്കലും ആവറേജിങ് ചെയ്യരുത്. നമുക്ക് ലോസ് കണ്ടു കഴിഞ്ഞാൽ അതങ്ങ് ബുക്ക് ചെയ്തേക്കുക, ഒഴിവാക്കിയേക്കുക. അല്ലാതെ അതിന് ആവറേജ് ചെയ്തിട്ട് വീണ്ടും കളിക്കാൻ നിൽക്കരുത്. പക്ഷേ നേരെ തിരിച്ച് മറ്റൊരു പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ 100 രൂപയ്ക്ക് ഒരു എൻട്രി എടുത്തു, അത് 110 രൂപയിലേക്ക് കയറിപ്പോൾ നല്ല പവർഫുള്ളായിട്ട് കയറുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഡബിൾ ചെയ്തിട്ട് പ്രോഫിറ്റിനെ ഡബിൾ ചെയ്ത് പോകാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ലോസ് ഉണ്ടാക്കുന്ന ട്രേഡുകളിനെ ആവറേജ് ചെയ്തിട്ട് ഫർദർ ഡബിൾ ലോസ് ഉണ്ടാക്കരുത്. ഇത് ശരിക്കും അതിൻ്റെ രീതി അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എന്താണോ ആക്ടിവിറ്റി ലോസാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ഇരട്ടിയായിട്ട് ഇങ്ങനെ പോവും. പ്രോഫിറ്റ് കയറുന്ന സമയത്ത് നിങ്ങൾ ആവറേജ് ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റ് ഇരട്ടിയായിട്ട് അങ്ങ് പോകും. അതാണ് ഈ ഓപ്ഷൻ്റെ ഒരു കളി. എന്തായാലും ലോസ് വരുമ്പോൾ ഒരിക്കലും ആവറേജ് ചെയ്യരുത്. പ്രോഫിറ്റിൽ പോകുമ്പോൾ ആവറേജ് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. വേണമെങ്കിൽ ഓപ്ഷണൽ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. അപ്പോൾ ഇവിടെ കമൻറ്റ് ചെയ്ത ഒത്തിരി പേരുണ്ട്. എല്ലാവരോടും താങ്ക് യു വെരി മച്ച് പറയുകയാണ്. ഇവിടെ എല്ലാ വീഡിയോസിലും കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സപ്പോർട്ടിന് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ആൻഡ് ടേക്ക് കെയർ.